ധർമ്മസ്ഥലയിലെ ദുരൂഹ വെളിപ്പെടുത്തലിൽ രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് SIT കടന്നു. മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയപ്പെടുന്ന പ്രദേശത്തെക്കുറിച്ചറിയാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ SIT ക്യാമ്പിലെത്തി. ധർമ്മസ്ഥലയിൽ ബെൽത്തങ്ങാടി SIT ക്യാമ്പിന് കനത്ത സുരക്ഷയാണ്. ധർമ്മസ്ഥലയിലെ റിസർവ് വനത്തിലടക്കം വിവിധ സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്നാണ് സാക്ഷിമൊഴി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ DGP പ്രണാബ് മോഹന്തിയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുത്തത്. മൃതദേഹങ്ങൾ മറവ് ചെയ്തതിനെപ്പറ്റി വിശദമായി ഇയാൾ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. എന്നാൽ എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടതെന്ന് സംബന്ധിച്ച വിവരം കൈമാറിയിട്ടില്ല. സൂപ്പർവൈസർമാർ ഭീഷണിപ്പെടുത്തിയാണ് അജ്ഞാത മൃതദേഹങ്ങൾ മറവ് ചെയ്തത്. ഇതിന് ഇൻക്വസ്റ്റോ പോസ്റ്റ്മോർട്ടമോ നടത്തിയിട്ടില്ല. 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന വെളിപ്പെടുത്തലിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ 20 വർഷമായി ബെൽത്തങ്കടി, ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ കാണാതായവരുടെ പട്ടിക തയ്യാറാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള വിവരങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക റിപ്പോർട്ട് DGP സർക്കാരിന് നൽകും. അതിനിടെ ബെൽത്തങ്കടി SIT ക്യാമ്പിന് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തി. സാക്ഷി വെളിപ്പെടുത്തിയതിന്റെ ഭാഗമായി ആ പ്രദേശങ്ങളിൽ കുഴിച്ചു നോക്കുന്നതിനു വേണ്ടി റവന്യൂ, വനം, ഭൂരേഖ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ SIT ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ റഡാർ പരിശോധനയും നടത്തും. സാക്ഷിയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ഇയാൾ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചാൽ അത് ആരുടേതെന്ന് തിരിച്ചറിയുന്നതും ശ്രമകരമാണ്. കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘമെത്തൂ. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.